ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വേറൊന്നുമല്ല, അതായത് നമ്മുടെ സ്കിന്നൊക്കെ പല കാരണം കൊണ്ട് ഡൾ ആവാറുണ്ട്, അതുപോലെ തന്നെ ഡാമേജസ് ഒക്കെ ഉണ്ടാവാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനത്തെ ഡാമേജസും ഡള്ളായിട്ടുള്ള സ്കിന്നൊക്കെ നമുക്കൊന്ന് റിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ഡീറ്റാൻ കിറ്റ് ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. പല പല എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻസ് ഒക്കെ കൊണ്ടിട്ട് ഒന്നല്ലെങ്കിൽ ആക്നീസ് ഫോം ചെയ്യും, അതിനുശേഷം ആ ഒരു ആക്നി പോയി കഴിഞ്ഞാൽ എന്താ പറ്റുന്ന കുറേ കറുത്ത പാടുകൾ അവിടെ ഇവിടെയൊക്കെ കിടക്കും അല്ലേ. അതും അല്ലെങ്കിൽ നമ്മുടെ ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അടിഞ്ഞു കൂടിയിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ഹെൽത്തി ആ ഒരു ഗ്ലോയിങ് ആയിട്ടുള്ള ടെക്സ്ചറൊക്കെ മാറിയിട്ട് വല്ലാത്തൊരു ടെക്സ്ചർ ആയിരിക്കും നമുക്ക് നമ്മുടെ സ്കിന്നിൽ തൊട്ട് നോക്കുമ്പോൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പല പല പ്രശ്നങ്ങൾക്ക് നമുക്ക് നല്ലൊരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഡീറ്റൻ കിറ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ 4 പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 4 പ്രൊഡക്ട്സ് എന്ന് വെച്ചാൽ നാല് തരത്തിലുള്ള ബെനിഫിറ്റാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു പ്രൊഡക്റ്റിൻ്റെ തന്നെയാണ് ഈ 4 പ്രൊഡക്ട്സിന് കേട്ടോ. ഒരു ബ്രാൻഡിൻ്റെ തന്നെ 4 പ്രൊഡക്ട്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ബ്രാൻഡ് നെയിം ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ ഓസോൺ ആയുർവേദിക്സ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റും. ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് ആണല്ലോ ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ ഫേസ് വാഷ് ആണ്. നോർമലി നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ സ്കിന്നിന് ആ ഒരു കെയർ കൊടുത്തു തുടങ്ങുന്നത് നമ്മുടെ ഫേസ് വാഷിലൂടെയാണ്. അപ്പോൾ പ്രോപ്പർ വേയിൽ നമ്മുടെ ആ ഒരു എന്താ പറയുക ഡേർട്ടും ഇംപ്യൂരിറ്റീസും ഒക്കെ റിമൂവ് ആയി കിട്ടുന്ന നല്ലൊരു ഫേസ് വാഷ് തന്നെ നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ ഇവരുടെ ഫേസ് വാഷിൻ്റെ ടെക്സ്ചർ നമുക്ക് നോക്കാം കേട്ടോ. ആദ്യമേ തന്നെ ജെൽ കൺസിസ്റ്റൻസി ആണ്, ഇതുപോലെയാണ് ടെക്സ്ചർ വൈസ് നോക്കുകയാണെങ്കിൽ. കളർ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഒരു ഹണിയുടെ പോലത്തെ കളറാണ് വന്നിട്ടുള്ളത്. സ്മെല്ല് നോക്കുകയാണെങ്കിൽ ശരിക്കും നല്ലൊരു ആയുർവേദിക് സ്മെല്ലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫേസ് വാഷിൽ നിന്ന് തന്നെ നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യാം. ടാനൊക്കെ റിമൂവ് ചെയ്യാനും നല്ലോണം ക്ലെൻസ് ചെയ്യാനൊക്കെ സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിന്നാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഫേസ് വാഷ് ഞാൻ നിങ്ങൾ അപ്ലൈ ചെയ്ത് കാണിക്കാം ഫേസിൽ. നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാകുന്ന ടാനൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ എക്സസ് ഓയിലും ഡേർട്ടൊക്കെ നല്ലോണം ക്ലിയർ ഔട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഫേസ് ഒന്ന് ജസ്റ്റ് ഞാനൊന്ന് വെറ്റ് ചെയ്തിട്ടുണ്ട് ഫേസ് വാഷ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് നേരം നമ്മൾ ജെൻറ്റലി ഒന്ന് ഇതുപോലെ ഫേസ് വാഷ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ആ ഒരു വേയിൽ പ്രോപ്പർ വേയിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ലേതർ ഫോം ചെയ്യുന്ന കാണാൻ പറ്റും കേട്ടോ. ചെറിയ ചെറിയ പതകൾ. ഒരുപാട് നേരം ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ മസാജോടെ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് മെല്ലെ ഒന്ന് ഇതുപോലെ നമ്മൾ മസാജ് ഓവർ ചെയ്താലും മതി. അതിനുശേഷം വാഷ് ഓഫ് ചെയ്യാം കേട്ടോ. നോർമൽ പ്ലെയിൻ വാട്ടർ വാഷ് ഓഫ് ചെയ്താൽ മതി. നല്ല ആയുർവേദിക് സ്മെല്ലുണ്ട് കേട്ടോ ഫേസ് വാഷിന്. കണ്ടോ, ലേതർ ഫോം ആയിട്ടുണ്ട്. ഇനി ഒരുപാട് നേരമൊന്നും വേണ്ട. ജസ്റ്റ് ഇവിടെ ഈ ഒരു ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉള്ള ആ ഒരു പ്ലേസും അതുപോലെ തന്നെ കൂടുതൽ നമുക്ക് ഓയിൽസ് ഒക്കെ ഈ ഒരു ഏരിയയിലൊക്കെ അല്ലേ, നോസിൻ്റെ ഏരിയയിലൊക്കെ അല്ലേ, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കിയാൽ മതി. അതിനുശേഷം നമ്മൾ നോർമൽ പ്ലെയിൻ വാട്ടറിൽ ഫേസ് വാഷ് ഓഫ് ചെയ്തിട്ട് വന്നാൽ മതി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. എന്തുമാത്രം ക്ലിയർ ആവും എന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുകയാണ്, അതും നിങ്ങൾക്ക് ലൈവായിട്ട് റിസൾട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. ഫേസ് ഞാൻ നല്ലോണം വാഷ് ഓഫ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഫേസ് എന്താ പറയുക പാറ്ററി ചെയ്യാത്തതിന് കാരണം നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ സ്ക്രബാണ് യൂസ് ചെയ്തത്. അപ്പോൾ സ്ക്രബ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നോർമലി നമ്മുടെ സ്കിന്നിൽ കുറച്ച് വെറ്റ് വേണം. അപ്പോൾ വീണ്ടും ഒന്ന് എന്താ പറയുക ഈ ഒരു തോർത്ത് വെച്ചൊക്കെ നമ്മളൊന്ന് വൈപ്പ് ഔട്ടൊക്കെ ചെയ്തതിന് ശേഷം വീണ്ടും പോയി ഫേസ് കഴുകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഈ ഒരു വെറ്റായിട്ടുള്ള ഫേസിൽ തന്നെ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഈ ഒരു വീഡിയോ കാണിക്കുന്നത് കേട്ടോ. നന്നായിട്ടൊരു ക്ലിയർ ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു എക്സസ് ആയിട്ടുള്ള ഓയിൽസ് ഒക്കെ നല്ലോണം ഫേസിൽ നിന്ന് പോയി കിട്ടിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ രണ്ടാമത്തെ സ്ക്രബ് ആണെങ്കിലും നമ്മുടെ ഫേസൊക്കെ നല്ലോണം ആ ഒരു ടാനൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാനും ഡേർട്ടൊക്കെ നല്ലോണം റിമൂവ് ചെയ്യാനും ടാൻ റിമൂവ് ചെയ്യാനും ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസ് ഒക്കെ നല്ലോണം ഇല്ലാണ്ടാക്കാനൊക്കെ സഹായിക്കും കേട്ടോ. അത് മാത്രമല്ല നമ്മുടെ സ്കിൻ സെൽസ് ഒക്കെ റിന്യൂ ചെയ്യാനൊക്കെ സഹായിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്രബ്. നോർമൽ നമുക്ക് വേണ്ട ഒരു ക്വാണ്ടിറ്റി മാത്രം എടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് കുറച്ച് നേരം വെച്ചിട്ട് നമ്മളൊന്ന് സ്ക്രബ് ഓവർ ചെയ്താൽ മതി. കൂടുതൽ നേരം നമ്മൾ സ്ക്രബ് ഓവർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജെന്റിലി അപ്വേർഡായിട്ട് വേണം കേട്ടോ. ഒരിക്കലും ഈ ഒരു രീതിക്ക് ചെയ്യരുത്. അപ്വേർഡ്.
റബ്ബ് ചെയ്യുമ്പോൾ ഒട്ടും ഹാർഡായിട്ട് നമ്മൾ റബ്ബ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് ഇവർ പറഞ്ഞിട്ടുള്ളത് 5 to 7 മിനിറ്റ്. പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് എനിക്ക് 5 to 7 മിനിറ്റ് റബ്ബ് ചെയ്യുന്നത് ഞാൻ എന്താ പറയുക നിങ്ങളുമായിട്ട് യോജിക്കുന്നില്ല കേട്ടോ. 5 to 7 മിനിറ്റിൻ്റെ ആവശ്യമില്ല. സ്ക്രബിങ് നമ്മൾ ഒരു 1 or 2 മിനിറ്റ് കഷ്ടി ചെയ്താൽ മതി. ഒരുപാട് നമ്മളിങ്ങനെ ആക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഭയങ്കരമായിട്ട് ഡാമേജ് ആകും കേട്ടോ. ഇനി തേർഡ് സ്റ്റെപ്പ് ഫേസ് പാക്ക് ആണ്. ഒരു 15 to 20 മിനിറ്റ് നമ്മുടെ ഫേസിൽ ലീവ് ചെയ്യണം. നമ്മുടെ സ്കിന്നൊക്കെ നല്ലോണം ബ്രൈറ്റൻ ചെയ്യാനൊക്കെ. ഇപ്പോൾ നമ്മൾ 2 സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു ചേഞ്ച് ഉണ്ട് കേട്ടോ എൻ്റെ ഫേസിൽ. അപ്പോൾ നമുക്ക് ഫേസ് പാക്കും കൂടെ നല്ലോണം അപ്ലൈ ചെയ്യാം. നല്ലൊരു ക്രീമി ടെക്സ്ചറാണ്. ഒരുപാട് തിക്ക് കൺസിസ്റ്റൻസി അല്ല, നല്ല വൈറ്റ് ആയിട്ടുള്ള ക്രീം. മെയിൻലി എനിക്ക് ഈ ഒരു ഓസോണിൻ്റെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ കെമിക്കൽ ഫ്രീ ആണ്. ഹാഷ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇല്ല. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ടബിൾ ആണ്. അതുപോലെ തന്നെ നല്ല അമേസിങ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. ആയുർവേദിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഫസ്റ്റ് യൂസ് ചെയ്താൽ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഫേസിൽ. ചില ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്താൽ നമുക്ക് വലിയ ഒരു എന്താ പറയുക നമ്മുടെ ഫേസിൽ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യില്ല. ഇത് ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലൊരു ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. സ്ക്രബ്ബറൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല ഡിഫറൻസ് നമ്മുടെ ഫേസിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ഫേസ് പാക്കും കൂടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഗ്ലോ ഇരട്ടിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനുശേഷം സൺസ്ക്രീനും കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓസോണിൻ്റെ 4 പ്രൊഡക്ട്സ്. അപ്പോൾ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് കേട്ടോ. ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഷുവറായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഓരോ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്ക് മുന്നോട്ട് യൂട്യൂബ് ഈ ഒരു ജേർണി എനിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടും അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറൊക്കെയാണ്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ആ ഒരു എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഡൗട്ടൊക്കെ എന്നോട് ചോദിച്ചോളൂ കേട്ടോ. ഞാൻ കമൻറ്റിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ടാറ്റാ.